സംസ്ഥാനത്ത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ല. പെൻഷൻ പ്രായം 60 ആക്കണമെന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നിരുന്നു. 4ാം ഭരണപരിഷ്കാര കമ്മീഷൻ വരെ ശുപാർശ ചെയ്തിരുന്നു. ആ ശുപാർശയാണ് പിണറായി സർക്കാർ തള്ളിയത്. ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ നിർദ്ദേശങ്ങൾ ഇതൊഴികെ ഭേദഗതികളോടെ സർക്കാർ അംഗീകരിച്ചു. KS&SSR പെരുമാറ്റച്ചട്ടം എന്നിവ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ സർക്കാർ ചുമതലപ്പെടുത്തി. സബോർഡിനേറ്റ് സർവീസിലും സ്റ്റേറ്റ് സർവീസിലും പ്രൊബേഷൻ ഒരു തവണ മാത്രമാക്കും. എല്ലാ വകുപ്പുകളും 2 വർഷത്തിനകം വിശേഷാൽ ചട്ടങ്ങൾ രൂപീകരിക്കും. പ്രത്യേക ലക്ഷ്യത്തോടുകൂടി സൃഷ്ടിക്കപ്പെടുന്ന തസ്തികകൾ ലക്ഷ്യം പൂർത്തിയാക്കിയാൽ അവരെ പിരിച്ചുവിട്ട് അത് അവസാനിപ്പിക്കും. വേണ്ടി വന്നാൽ ഇവരെ മറ്റു വകുപ്പുകളിലേക്ക് പുനർവിന്യസിക്കും. സ്ഥലമാറ്റം സംബന്ധിച്ച തർക്കം അത് പരിഹരിക്കാൻ സർവീസ് സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കും. സ്ഥാനക്കയറ്റത്തിന് പ്രത്യേക പരിജ്ഞാനം ആവശ്യമാണെങ്കിൽ അത് ആർജിക്കാൻ അർഹതാ പരീക്ഷ നടത്തും. ജീവനക്കാർക്കെല്ലാം വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തും. വിരമിക്കുന്നതിന് 1 മാസം മുമ്പ് ജീവനക്കാരുടെ പേരിലുള്ള അച്ചടക്ക നടപടികൾ പൂർത്തീകരിക്കണം. അതുപോലെ വകുപ്പുകളിലെ ഒഴിവുകൾ നിയമനാധികാരികൾ എല്ലാ വർഷവും PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇവ റദ്ദാക്കാൻ പാടില്ല. ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾ PSC വഴിയാക്കും. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെന്റ് നിയമനം പാടില്ല. ഓരോ തസ്തികകളിലെയും ഒഴിവുകൾ സ്പാർക്ക് മുഖേന ലഭ്യമാക്കണം. വിരമിക്കൽ ആനുകൂല്യങ്ങളുടെ നടപടികൾ ലഘൂകരിക്കും. സെക്രട്ടേറിയറ്റിലെ ലിങ്ക് ഓഫീസ് സംവിധാനം എല്ലാ ഓഫീസുകളിലേക്കും വ്യാപിപ്പിക്കും. ഭിന്നശേഷി സംവരണ തസ്തികകളിൽ നിയമനം വേഗത്തിലാക്കും. ഇതിനായി അനുയോജ്യമായ തസ്തികകളും യോഗ്യതകളും വ്യക്തമാക്കും. ഏതായാലും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കില്ലെന്നുള്ളത് അത് തന്നെയാണ് വലിയ കാര്യം. സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുമെന്ന് ശക്തമായ പ്രചാരണമുണ്ടായിരുന്നു. അങ്ങനെ വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ യുവജന സംഘടനകൾ സമരവുമായി രംഗത്തിറങ്ങിയേനെ.